അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അന്നഹ്വുൽ വാളിഹു ഫി ഖവാഇദിൽ ലുഗത്തിൽ അറബിയ്യ എന്നുള്ള നമ്മുടെ കിതാബിലെ 5-ാമത്തെ പാഠമാണ് നമുക്ക് അടുത്തതായി പഠിക്കുവാനുള്ളത്. നമ്മുടെ പാഠത്തിൻ്റെ പേര് അൽ മസ്ദറുൽ മുഅവ്വലു മിൻ അൻ വൽ ഫിഅലി എന്നുള്ളതാണ്. മസ്ദറുൽ മുഅവ്വൽ എന്നാൽ എന്താണ് എന്ന് കഴിഞ്ഞ പാഠത്തിലായി നമ്മൾ പഠിച്ചതാണ്. അതായത് സങ്കല്പിക്കപ്പെടാവുന്ന മസ്ദറിനെ കുറിച്ചാണ് നമ്മൾ അൽ മസ്ദറുൽ മുഅവ്വലു എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ജുംല തന്നിട്ടുണ്ടാകും. ആ ജുംലയിൽ മസ്ദർ ഉണ്ടാവുകയില്ല, പക്ഷേ അവിടെ നിന്ന് നമുക്കൊരു മസ്ദറിനെ കണ്ടെത്താവുന്നതാണ്. ഓക്കെ, അത്തരത്തിലുള്ള മസ്ദറിനെ കുറിച്ചാണ് അൽ മസ്ദറുൽ മുഅവ്വലു എന്ന് പറയപ്പെടുന്നത്. സങ്കല്പിക്കപ്പെടാവുന്ന മസ്ദർ എന്നർത്ഥം. കഴിഞ്ഞ ക്ലാസ്സിലായിട്ട്, കഴിഞ്ഞ പാഠത്തിലായിട്ട് നമ്മൾ അന്ന, പിന്നെ അതിൻ്റെ ഇസ്മ്, അതിൻ്റെ ഖബർ, ഇവ വെച്ചിട്ടായിരുന്നു ഒരു മസ്ദറിനെ സങ്കല്പിച്ചിരുന്നത് അല്ലേ. ഇന്ന് നമുക്ക് പഠിക്കുവാനുള്ളത് അൻ വൽ ഫിഅലി. അതായത് അൻ എന്നുള്ള ഹർഫിനെ കുറിച്ച് നമുക്കറിയാമല്ലോ. ശേഷം വരുന്ന മുളാരിയായ ഫിഅലിന് നസ്ബ് നൽകുന്ന ഹർഫാണ് അൻ എന്നുള്ളത് അല്ലേ. അപ്പോൾ അൻ എന്നുള്ളതും പിന്നീട് അതിന് ശേഷം വരുന്ന ഫിഅലും കൂടെ ചേർത്ത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഒരു മസ്ദറാക്കാവുന്നതാണ്. അത്തരത്തിലുള്ള മസ്ദറിനെ കുറിച്ചാണ് നമുക്ക് ഈ പാഠത്തിൽ പഠിക്കുവാനുള്ളത്. ഒന്ന് നോക്കാം. അൽ മസ്ദറുൽ മുഅവ്വലു, സങ്കല്പിക്കപ്പെടുന്ന മസ്ദർ. എന്തിൽ നിന്നും? മിൻ അൻ വൽ ഫിഅലി. അൻ പിന്നെ അതിനുശേഷം വരുന്ന ഫിഅല്, ഇവയിൽ നിന്നും സങ്കല്പിക്കപ്പെടാവുന്ന മസ്ദർ മുഅവ്വൽ എന്നർത്ഥം. ഓക്കെ, ആദ്യമായിട്ട് നമുക്ക് ആ ഉദാഹരണങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കാം. 12 ഉദാഹരണങ്ങളാണുള്ളത്. 1 യസുറുനി അൻ തസ്തുഖ, 2 യുഫ്രിഹുക അൻ തൻജഹ, 3 യുഖാഫു അൻ യൻഖുസൻ നീലു, 4 യുഹബ്ബു അൻ തൻഷത, 5 അൻ തഫ്അലൽ വാജിബ ഖൈറുൽ ലക, 6 അൻ തൻസഹ സദീഖ അഫ്ളലു, 7 അൽ മുറൂഅതു അൻ തഹ്തരിമ നഫ്സക, 8 അശ്ശുഹു അൻ തബ്ഖല ബിമാലി ഗൈരിക, 9 ത്വലബത് തിൽമീദു അൻ യുജീബ, 10 അറാദൻ നാദിറു അൻ യഖ്തബിറനി, 11 റഗിബ്തു ഫി അൻ യുസാഫിറ, 12 അജിബ്തു മിൻ അൻ തതകബ്ബറ. ഓക്കെ, അപ്പോൾ 12 ഉദാഹരണങ്ങളും നമ്മൾ വായിച്ചു കഴിഞ്ഞു. ആ ഉദാഹരണങ്ങൾ വായിച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, എല്ലാ ജുംലയിലും, എല്ലാ വാക്യത്തിലും അൻ എന്നും അതിന് ശേഷം ഒരു ഫിഅലും വന്നിട്ടുണ്ട് അല്ലേ. യസുറുനി അൻ തസ്തുഖ എന്നുള്ളിടത്ത് അൻ എന്നും വന്നിട്ടുണ്ട്, തസ്തുഖ എന്നുള്ള ഫിഅലും വന്നിട്ടുണ്ട്. രണ്ടാമത്തേതിൽ അൻ തൻജഹ എന്നുള്ളിടത്തും അങ്ങനെ തന്നെ. ഓക്കെ, അപ്പോൾ ഇനി അതിൻ്റെ ഒന്ന് അർത്ഥം വെച്ച് നോക്കാം. യസുറുനി, എന്നെ സന്തോഷിപ്പിക്കുന്നു. അൻ തസ്തുഖ, നീ സത്യം പറയൽ. അപ്പോൾ നീ സത്യം പറയുന്നത് എന്നെ സന്തോഷിപ്പിക്കുന്നുവെന്നാണ് അതിൻ്റെ ആശയം. ഓക്കെ, ഏതായാലും ഈ അൻ തസ്തുഖ എന്നുള്ളതിന് നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഒരു മസ്ദറാക്കി എഴുതാവുന്നതാണ്. അതാണ് അടുത്ത, അതിന് നേരെയായിട്ട് ബ്രാക്കറ്റിലായി കാണുന്നത് യസുറുനി സിദ്ഖുക. ഓക്കെ, നീ സത്യം പറയുന്നത് എന്നെ സന്തോഷിപ്പിക്കുന്നുവെന്നർത്ഥം. ഇവിടെ അൻ തസ്തുഖ എന്നുള്ളതാണ് സിദ്ഖുക എന്നുള്ള ഒരു മസ്ദറായിട്ട് മാറുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തത് യുഫ്രിഹുക, നിന്നെ സന്തോഷിപ്പിക്കുന്നു. അഫ്രഹ എന്നാൽ സന്തോഷിപ്പിച്ചു, യുഫ്രിഹുക നിന്നെ സന്തോഷിപ്പിക്കുന്നു. അൻ തൻജഹ, നീ വിജയിക്കൽ. അപ്പോൾ നീ വിജയിക്കൽ നിന്നെ സന്തോഷിപ്പിക്കുന്നുവെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതിന് നേരെ അൻ തൻജഹ എന്നുള്ളതിന് യോജിച്ച ഒരു മസ്ദർ അതിന് നേരെയുള്ള ബ്രാക്കറ്റിൽ നമുക്ക് കാണാം. യുഫ്രിഹുക നിന്നെ സന്തോഷിപ്പിക്കുന്നു, നജാഹുക നിന്റെ വിജയം. ഓക്കെ, അപ്പോൾ ഇവിടെ അൻ തൻജഹ എന്നുള്ളതിന് നമുക്ക് നജാഹുക എന്നാക്കിയിട്ട് ഒരു മസ്ദറാക്കി സങ്കല്പിക്കാവുന്നതാണ് അല്ലേ. ഇനി മൂന്നാമത്തെ ജുംല യുഖാഫു അൻ യൻഖുസൻ നീലു. യുഖാഫു എന്നാൽ പേടിക്കപ്പെടുന്നുവെന്നാണ്, അതായത് ജനങ്ങളെല്ലാം പേടിക്കുന്നു. ഓക്കെ, അപ്പോൾ എന്തിനെയാണ് പേടിക്കുന്നത്? യുഖാഫു പേടിക്കപ്പെടുന്നു, അൻ യൻഖുസൻ നീലു നൈൽ നദി ചുരുങ്ങുമെന്ന്, അതായത് നൈൽ നദിയിലെ വെള്ളം താഴ്ന്നു പോകുമെന്ന് പേടിക്കപ്പെടുന്നു എന്നുള്ളതാണ് ആ ജുംലയുടെ അർത്ഥം. ഓക്കെ, ഏതായാലും ഇവിടെയും അൻ യൻഖുസൻ നീലു എന്നുള്ള അൻ എന്നുള്ളതും അതിനുശേഷം ഒരു ഫിഅൽ മുളാരിഉം നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ നേരെയായിട്ട് അൻ യൻഖുസൻ നീലു എന്നുള്ളതിന് ഒരു മസ്ദറാക്കി സങ്കല്പിച്ചാൽ എങ്ങനെയുണ്ടാകുമെന്ന് നേരെയുള്ള ബ്രാക്കറ്റിൽ കാണാം. യുഖാഫു പേടിക്കപ്പെടുന്നു, നഖ്സുൻ നീലി നൈൽ നദി ചുരുങ്ങൽ പേടിക്കപ്പെടുന്നു. ഓക്കെ, ഇവിടെയും അൻ യൻഖുസൻ നീലു എന്നുള്ളതിനെ ഒരു മസ്ദറാക്കിയിട്ട് നഖ്സുൻ നീലി എന്ന് നൽകിയിട്ടുണ്ട് അല്ലേ. ഇനി നാലാമത്തെ ഉദാഹരണം യുഹബ്ബു,
ഇഷ്ടപ്പെടുന്നു. അന്തൻഷത്ത നീ ഉന്മേഷവാനാകൽ. അപ്പോൾ നീ ഉന്മേഷവാനാകുന്നത് എല്ലാവർക്കും ഇഷ്ടമാണ്, ഇഷ്ടപ്പെടാകുന്ന ഒരു കാര്യമാണ് എന്നാണ് നാലാമത്തെ ജുംല. അതിന് നേരെ തന്നെ അന്തൻഷത്ത എന്നുള്ളതിനെ മറ്റൊരു മസ്തറാക്കിയതായിട്ട് നമുക്ക് കാണാം. യുഹബ്ബു ഇഷ്ടപ്പെടുന്നു, നഷാത്തുക നിന്റെ ഉന്മേഷം. അപ്പോൾ അന്തൻഷത്ത എന്നുള്ളതിനെ നഷാത്തുക എന്നുള്ള ഒരു മസ്തറാക്കി മാറ്റി എഴുതിയതായിട്ട് നമുക്ക് കാണാം അല്ലേ. ഇനി അഞ്ചാമത്തെ ജുംല അന്തഫ്അലൽ വാജിബ നീ നിർബന്ധ കാര്യങ്ങൾ ഉത്തരവാദിത്വങ്ങൾ ചെയ്യുക എന്നുള്ളത്. വാജിബ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉത്തരവാദിത്വം എന്നാണ് അർത്ഥം. ഉത്തരവാദിത്വം നീ ചെയ്യുക എന്നുള്ളത് ഖൈറുല്ലക നിനക്ക് നന്മയാണ്, നിനക്ക് നല്ല കാര്യമാണ് എന്നർത്ഥം. ഇവിടെ അന്തഫ്അലൽ വാജിബ എന്നുള്ള അൻ എന്നുള്ളതും അതിനുശേഷം ഒരു ഫിഅലും നമുക്ക് കാണാവുന്നതാണ്. ഇതിനെ മാറ്റിയിട്ട് ഒരു മസ്തറാക്കി മാറ്റിയാൽ എങ്ങനെയുണ്ടാകും? അതാണ് അവിടെ ബ്രാക്കറ്റിൽ നൽകിയിരിക്കുന്നത്. ഫിഅലുക്കൽ വാജിബ നീ ഉത്തരവാദിത്വങ്ങൾ ചെയ്യുക എന്നുള്ളത് ഖൈറുല്ലക നിനക്ക് നന്മയാണ് എന്നർത്ഥം. ഇവിടെ അന്തഫ്അല എന്നുള്ളതിനെ ഫിഅലുക എന്നാക്കി മാറ്റിയിരിക്കുന്നു അല്ലേ. ഇനി ആറാമത്തത് അന്തൻസഹ സദീഖ നീ കൂട്ടുകാരനെ ഉപദേശിക്കുക എന്നുള്ളത് അഫ്ളലു അത് ഏറ്റവും നല്ല കാര്യമാണ്. ഓക്കെ, അവിടെയും അന്തൻസഹ എന്ന് നമുക്ക് കാണാം. അതിനെ ഒന്ന് മാറ്റി എഴുതിയാലോ? അതിനെ മസ്തറാക്കി മാറ്റി എഴുതിയാൽ നുസ്ഹുക സദീഖ അഫ്ളലു എന്നാക്കിയിട്ട് നമുക്ക് മാറ്റാം. ഓക്കെ, നുസ്ഹുക നീ ഉപദേശിക്കൽ, അസ്സദീഖ കൂട്ടുകാരനെ നീ ഉപദേശിക്കൽ, അഫ്ളലു അത് നല്ല കാര്യമാണ്. അപ്പോൾ നീ കൂട്ടുകാരനെ ഉപദേശിക്കുന്നത് നല്ല കാര്യമാണ് എന്നുള്ള ആശയം തന്നെയാണ് ആ മസ്തർ കൊണ്ട് നമുക്ക് ലഭിക്കുന്നത് അല്ലേ. ഇനി ഏഴാമത്തെ ഉദാഹരണം അൽ മുറൂഅത്തു അൻ തഹ്തരിമ നഫ്സക. മുറൂഅത്ത് എന്ന് പറഞ്ഞാൽ മനുഷ്യത്വം എന്നാണ് അർത്ഥം, മനുഷ്യത്വം എന്നാണ് അർത്ഥം. അൽ മുറൂഅത്തു മനുഷ്യത്വം എന്ന് പറഞ്ഞാൽ അൻ തഹ്തരിമ നഫ്സക. ഇഹ്തറമ എന്നാൽ ബഹുമാനിച്ചു എന്നാണ്, അതിൻ്റെ മുളാരിയാണ് അൻ തഹ്തരിമ നീ ബഹുമാനിക്കലാണ്, നഫ്സക നിൻ്റെ ശരീരത്തെ തന്നെ. അപ്പോൾ നിൻ്റെ ശരീരത്തെ തന്നെ നീ ബഹുമാനിച്ചാൽ അത് നല്ല ഒരു മനുഷ്യത്വമായിട്ട് എണ്ണപ്പെടും. അതായത് നീ മാന്യനായിട്ട് ജീവിക്കലാണ് മനുഷ്യത്വം എന്നുള്ളത്. ഓക്കെ, ഇവിടെയും നമുക്ക് അൻ തഹ്തരിമ നഫ്സക അൻ തഹ്തരിമ എന്നുള്ള അൻ എന്നുള്ളതും അതിൻ്റെ ശേഷം ഒരു മുളാരിയായ ഫീലും കാണാം. അതിനെ നമ്മൾ ഒരു മസ്തറാക്കി മാറ്റിയാൽ എങ്ങനെയുണ്ടാകും? അൽ മുറൂഅത്തു ഇഹ്തിറാമുക നഫ്സക എന്ന് വരും. അൽ മുറൂഅത്തു മനുഷ്യത്വമാകുന്നത്, ഇഹ്തിറാമുക നീ ബഹുമാനിക്കലാണ്, നഫ്സക നിൻ്റെ ശരീരത്തെ. ഓക്കെ, അപ്പോൾ ഇവിടെ അൻ തഹ്തരിമ എന്നുള്ളതിനെ ഇഹ്തിറാമുക എന്നുള്ള മസ്തറാക്കി കാണാവുന്നതാണ്. ഇനി എട്ടാമത്തത് അശ്ശുഹു അൻ തബ്ഖല ബിമാലി ഗൈരിക. അശ്ശുഹു യഥാർത്ഥ പിശുക്ക് എന്ന് പറയുന്നത്, ഷുഹ എന്നാൽ പിശുക്ക് എന്നാണ് അർത്ഥം. അപ്പോൾ പിശുക്ക് എന്നുള്ളത് അൻ തബ്ഖല നീ പിശുക്ക് കാണിക്കലാണ്. ഓക്കെ, ബുഖ്ല് എന്നാലും ഷുഹ എന്നാലും പിശുക്ക് എന്ന് തന്നെയാണ് അർത്ഥം. അൻ തബ്ഖല നീ പിശുക്ക് കാണിക്കലാണ്, ബിമാലി ഗൈരിക നിൻ്റേതല്ലാത്ത മറ്റൊരാളുടെ സമ്പത്ത് കൊണ്ട്. അപ്പോൾ മറ്റൊരാളുടെ സമ്പത്ത് കൊണ്ട് നീ പിശുക്ക് കാണിക്കലാണ് യഥാർത്ഥ പിശുക്ക് എന്ന് പറയുന്നത് എന്നാണ് എട്ടാമത്തെ ജുംല. അവിടെയും നമുക്ക് എന്ത് കാണാവുന്നതാണ്? അൻ തബ്ഖല എന്നുള്ള, അതായത് ഒരു അൻ എന്നുള്ള ഹർഫും അതിനുശേഷം ഫിഅലും കാണാവുന്നതാണ്. അതിനെ നമുക്ക് എന്താക്കിയിട്ട് മാറ്റി എഴുതാം? മറ്റൊരു മസ്തറാക്കിയിട്ട് മാറ്റി എഴുതാം. അതാണ് അടുത്തത്. അശ്ശുഹു ബുഖ്ലുക ബിമാലി ഗൈരിക. അശ്ശുഹു യഥാർത്ഥ പിശുക്ക് എന്നുള്ളത്, ബുഖ്ലുക നീ പിശുക്ക് കാണിക്കലാണ്, ബിമാലി ഗൈരിക മറ്റൊരാളുടെ സമ്പത്ത് കൊണ്ട്. ഇവിടെ അൻ തബ്ഖല എന്നുള്ളതിനെ ബുഖ്ലുക എന്നുള്ള മസ്തറാക്കി മാറ്റിയത് നമുക്ക് കാണാവുന്നതാണ് അല്ലേ. ഇനി ഒൻപതാമത്തെ ജുംല ത്വലബത്തിൽമീദു അൻ യുജീബ. ത്വലബ എന്നാൽ ആവശ്യപ്പെട്ടു, തേടി എന്നൊക്കെയാണ് അർത്ഥം. ത്വലബത്തിൽമീദു വിദ്യാർത്ഥി ആവശ്യപ്പെട്ടു, അൻ യുജീബ അവൻ ഉത്തരം നൽകാൻ. അപ്പോൾ മറ്റൊരാൾ ഉത്തരം പറഞ്ഞു കൊടുക്കാൻ ഒരു വിദ്യാർത്ഥി ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് ഒൻപതാമത്തെ ജുംല. അപ്പോൾ ഇവിടെയും നമുക്ക് അൻ യുജീബ എന്ന് കാണാവുന്നതാണ്. അൻ എന്നുള്ള ഹർഫും അതിനുശേഷം ഒരു ഫിഅലും കാണാവുന്നതാണ്. അതിനെ നമുക്ക് എന്താക്കിയിട്ട് മാറ്റി എഴുതാം? ഒരു മസ്തറാക്കിയിട്ട് മാറ്റി എഴുതാം. അതാണ് അതിന് നേരെയുള്ള ബ്രാക്കറ്റിൽ കാണുന്നത്. ത്വലബത്തിൽമീദുൽ ഇജാബത്ത. ത്വലബത്തിൽമീദു ആ വിദ്യാർത്ഥി ആവശ്യപ്പെട്ടു, അൽ ഇജാബത്ത ഉത്തരം നൽകാൻ. അപ്പോൾ ഇവിടെ അൻ യുജീബ എന്നുള്ളതിനെ അൽ ഇജാബത്ത എന്നാക്കിയിട്ടുള്ള ഒരു മസ്തറാക്കി മാറ്റം വരുത്തിയിരിക്കുന്നു അല്ലേ. ഇനി പത്താമത്തെ ജുംല നോക്കുക. അറാദൻ നാളിറു അൻ യഖ്തബിറനി. ഓക്കെ, അറാദ ഉദ്ദേശിച്ചു, അൻ നാളിറു പരിശോധകൻ. ഓക്കെ, നാളിർ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ടോ എന്നൊക്കെ നോക്കാൻ വരുന്ന പരിശോധകനെ കുറിച്ചാണ് പറയുക. അപ്പോൾ അറാദൻ നാളിറു
പരിശോധകൻ ഉദ്ദേശിച്ചു അൻ യഖ്തബിറനി എന്നെ പരിശോധിക്കാൻ. ഓക്കെ, അപ്പോൾ അൻ യഖ്തബിറനി എന്നുള്ള ഒരു ഫിഅൽ, അൻ എന്നുള്ളതും അതിനുശേഷം ഒരു ഫിഅൽ നമുക്ക് കാണാവുന്നതാണ്. അൻ യഖ്തബിറ എന്നുള്ളതിന് ഒരു മസ്തറാക്കിയതായി അതിന് നേരെയുള്ള ഒരു ബ്രാക്കറ്റിൽ നമുക്ക് കാണാവുന്നതാണ് അല്ലേ. അറാദൻ നാളിറു ഇഖ്തിബാരി, അറാദൻ നാളിറു പരിശോധകൻ ഉദ്ദേശിച്ചു, ഇഖ്തിബാരി എന്നെ പരിശോധിക്കാൻ. ഓക്കെ, അപ്പോൾ പരിശോധകൻ എന്നെ പരിശോധിക്കാൻ ഉദ്ദേശിച്ചു എന്നാണ് അതിൻ്റെയും അർത്ഥം. അൻ യഖ്തബിറനി എന്നുള്ളതിന് ഇഖ്തിബാരി എന്നുള്ള മസ്തറാക്കി മാറ്റിയതായി നമുക്ക് കാണാവുന്നതാണ്. ഇനി 11ാമത്തെ ജുംല റഗിബ്തു ഫി അൻ യുസാഫിറ. ഓക്കെ, റഗിബ ഫി എന്ന് പറഞ്ഞാൽ റഗിബ എന്നുള്ളതിന് ശേഷം ഫി എന്നുള്ള ഹർഫാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ ആഗ്രഹിച്ചു എന്നുള്ള അർത്ഥമാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ റഗിബ്തു ഞാൻ ആഗ്രഹിച്ചു, ഫി അൻ യുസാഫിറ അവൻ യാത്ര ചെയ്യുന്നതിൽ, അതായത് അവന് യാത്ര ചെയ്തോട്ടെ എന്നുള്ള രീതിയിൽ എനിക്ക് നല്ല ആഗ്രഹമുണ്ടായി, അവൻ്റെ യാത്രയിൽ എനിക്ക് വളരെ ഇഷ്ടമാണ് എന്നർത്ഥം. അപ്പോൾ റഗിബ്തു ഫി അൻ യുസാഫിറ എന്നുള്ളിടത്ത് നമുക്ക് അൻ യുസാഫിറ എന്നുള്ള അൻ എന്നുള്ളതും അതിന് ശേഷം ഒരു ഫിഅലും കാണാവുന്നതാണ്. ആ ഫിഅലിനെ നമുക്ക് എന്താക്കിയിട്ട് മാറ്റാം, ഒരു മസ്തറാക്കിയിട്ട് മാറ്റാം. അതാണ് അവിടെ ബ്രാക്കറ്റിൽ നൽകിയിരിക്കുന്നത്. റഗിബ്തു ഫി സഫരിഹി, റഗിബ്തു ഞാൻ ആഗ്രഹിച്ചു, ഫി സഫരിഹി അവൻ്റെ യാത്രയിൽ, അതായത് അവൻ യാത്ര പോകാൻ ഞാൻ ആഗ്രഹിച്ചു എന്നർത്ഥം. ഓക്കെ, ഇവിടെ അൻ യുസാഫിറ എന്നുള്ളതിനെ സഫരിഹി എന്നുള്ളതാക്കി മാറ്റിയതായി, ഒരു മസ്തറാക്കി മാറ്റിയതായി നമുക്ക് കാണാം. ഇനി 12ാമത്തെ ജുംല അജിബ്തു മിൻ അൻ തതകബ്ബറ. അജിബ്തു ഞാൻ അത്ഭുതപ്പെട്ടു, മിൻ അൻ തതകബ്ബറ നീ അഹങ്കരിക്കുന്നതിൽ. തകബ്ബറ എന്നാൽ അഹങ്കരിച്ചു എന്നാണ്. അതിൻ്റെ മുളാരി ആണ് യതകബ്ബറു എന്നുള്ളത്. അത് നീ എന്നാക്കുമ്പോൾ, നീ അഹങ്കരിക്കൽ എന്നാക്കുമ്പോൾ തതകബ്ബറു എന്ന് വരും. അതിനു മുമ്പ് അൻ എന്ന് വരുമ്പോൾ മിൻ അൻ തതകബ്ബറ. ഓക്കെ, നീ അഹങ്കരിക്കുന്നതിൽ ഞാൻ അത്ഭുതപ്പെട്ടു എന്നുള്ളതാണ് 12ാമത്തെ ജുംല. അവിടെയും നമുക്ക് അൻ തതകബ്ബറ എന്നുള്ള അൻ, പിന്നെ അതിന് ശേഷം എന്തും കാണാവുന്നതാണ്, ഒരു മുളാരി ആയ ഫേലും കാണാവുന്നതാണ്. അതിനെയും നമുക്ക് എന്തു ചെയ്യാം, ഒരു മസ്തറാക്കിയിട്ട് മാറ്റാം. അതാണ് അവിടെ നേരെ നൽകിയിട്ടുള്ളത്. അജിബ്തു മിൻ തകബ്ബുരിക, അജിബ്തു ഞാൻ അത്ഭുതപ്പെട്ടു, മിൻ തകബ്ബുരിക നിന്റെ അഹങ്കാരത്താൽ. ഓക്കെ, അപ്പോൾ ഇവിടെ അൻ തതകബ്ബറ എന്നുള്ളതിനെ തകബ്ബുരിക എന്നാക്കിയതായി നമുക്ക് കാണാവുന്നതാണ്. ഓക്കെ, ഏതായാലും ഇത്രത്തോളം 12ഓളം ജുംലകളിൽ നിന്നും നമ്മളൊരു കാര്യം മനസ്സിലാക്കി. അതായത് എവിടെയെങ്കിലും അൻ എന്നുള്ള ഹർഫും അതിനുശേഷം ഒരു മുളാരിയായ ഫിഅലും വരികയാണ് എങ്കിൽ എന്ത് ചെയ്യാവുന്നതാണ്, ആ അൻ പിന്നെ ആ ഫിഅൽ ഇവ കൂടി ചേർത്തിട്ട് നമുക്കൊരു മസ്തറാക്കി സങ്കല്പിക്കാവുന്നതാണ്. ആ മസ്തറിനെ കുറിച്ചാണ് നമ്മൾ എന്തെന്ന് പറയാ, മസ്തറുൽ മുഅവ്വൽ എന്ന് പറയുന്നത്. ഇവിടെ അൻ തസ്തുക എന്നുള്ളതിനെ സിദ്ഖുക എന്നാക്കിയതുപോലെ, അൻ തൻജഹ എന്നുള്ളതിനെ നജാഹുക എന്നാക്കിയതുപോലെ. ഓക്കെ, ഏതായാലും ഇനി അടുത്തത് മറ്റൊരു കാര്യവും കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇതിൻ്റെ മഹല്ലുൽ ഇഅ്റാബ് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഓക്കെ, ഇവിടെ അൻ തസ്തുക എന്നുള്ള അൻ എന്നുള്ളതും പിന്നെ അതിൻ്റെ മുളാരിഉം, ഓക്കെ, ആ മുളാരിയായ ഫീലും ചേർത്തിട്ട് നമ്മളൊരു മസ്തർ ഉണ്ടാക്കിയല്ലോ. ആ മസ്തറിൻ്റെ ഇഅ്റാബ് എന്തായിരിക്കണം എന്നുള്ള കാര്യവും കൂടെ നമ്മളൊന്ന് നോക്കണം, ഒന്ന് ശ്രദ്ധിക്കുക. യസുറുനി അൻ തസ്തുക എന്നുള്ളതിനെ നമ്മൾ എന്താക്കിയിട്ട് മാറ്റി, യസുറുനി സിദ്ഖുക എന്നാക്കിയിട്ട് മാറ്റി അല്ലേ. യുഫ്രിഹുക അൻ തൻജഹ എന്നുള്ളതിനെ യുഫ്രിഹുക നജാഹുക എന്നാക്കിയിട്ട് മാറ്റി. ഓക്കെ, ഇവിടെ ആ സിദ്ഖുക എന്നുള്ള നജാഹുക എന്നുള്ള ആ മസ്തറുൽ മുഅവ്വൽ എന്താണ്, അവിടെ ആ ജുംലയിൽ ഫാഇലായിട്ട് വന്നതാണ് അല്ലേ. യസുറു എന്നുള്ളതിൻ്റെ ഫാഇലാണ് സിദ്ഖുക എന്നുള്ളത്, യുഫ്രിഹു എന്നുള്ളതിൻ്റെ ഫാഇലാണ് നജാഹുക എന്നുള്ളത് അല്ലേ. നീ സത്യം പറയുന്നത് എന്നെ സന്തോഷിപ്പിക്കുന്നു, നിന്റെ വിജയം നിന്നെ സന്തോഷിപ്പിക്കുന്നുവെന്നാണ് അതിൻ്റെ അർത്ഥം. ഇവിടെ സിദ്ഖുക എന്നുള്ളതും നജാഹുക എന്നുള്ളതും മസ്തറുൽ മുഅവ്വലാണ്. ആ മസ്തറുൽ മുഅവ്വൽ ഫാഇലിൻ്റെ സ്ഥാനത്താണ് എന്നർത്ഥം. ഓക്കെ, ഇനി അടുത്ത രണ്ട് ജുംലകൾ നോക്കാം. യുഖാഫു അൻ യൻഖുസൻ നീലു യുഹബ്ബു അൻ തൻഷത. ഓക്കെ, ഇവിടെയൊക്കെ ഫിഅൽ നോക്കിയാൽ എന്താണ്, അവ മജ്ഹൂലായി വന്നതാണ് അല്ലേ. അപ്പോൾ മജ്ഹൂലായ ഫിഅലിൻ്റെ ശേഷമുള്ള കാര്യം എന്തായിരിക്കും, അതിനെക്കുറിച്ച് നമ്മൾ നായിബ് ഫാഇൽ എന്നാണ് പറയുക അല്ലേ. മജ്ഹൂലായ ഫിഅലുകളുടെ ഫാഇലായിട്ട് വരുന്നതിനെ നമ്മൾ നായിബ് ഫാഇൽ എന്നാണ് വിളിക്കാറുള്ളത്. അപ്പോൾ ഒന്ന് നോക്കുക, ബ്രാക്കറ്റിൽ ഉള്ള മസ്തറുൽ മുഅവ്വൽ നോക്കുക. യുഖാഫു നഖ്സുൻ നീലി യുഹബ്ബു നഷാതുക. ഓക്കെ, അങ്ങനെ രണ്ട് ജുംലകൾ നമുക്കവിടെ കാണാം. ഏതായാലും അവിടെ മസ്തറുൽ മുഅവ്വലായിട്ട് വന്നിട്ടുള്ളത്
നഖുസുന്നീലി എന്നാണ്, നഷാത്തുക എന്നാണ്. ഇവ രണ്ടിൻ്റെയും ഇഅ്റാബ് എന്താണ്? ഇവ ആ ജുംലയിൽ നായിബ് ഫായിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അല്ലേ. നായിബ് ഫായിൽ എന്ന് പറഞ്ഞാൽ യുഖാഫു എന്നുള്ളതിൻ്റെ നായിബ് ഫായിലാണ് നഖുസുന്നീൽ, യുഹബ്ബു എന്നുള്ളതിൻ്റെ നായിബ് ഫായിലാണ് നഷാത്തുക എന്നുള്ളത്. അപ്പോൾ ഇതിന് നമ്മൾ എന്ത് മനസ്സിലാക്കി? അൻ പിന്നെ അതിനുശേഷം വരുന്ന ഫിഅല് അതിൻ്റെ മസ്ദറുൽ മുഅവ്വൽ എന്താകുവാനും പറ്റുന്നതാണ്, നായിബ് ഫായിലാകുവാനും പറ്റുന്നതാണ്. ഇനി അടുത്ത രണ്ട് ജുംലകൾ നോക്കാം. അൻ തഫ്അലൽ വാജിബ ഖൈറുൽ ലക, അൻ തൻസഹ സ്വദീഖ അഫ്ളലു എന്നുള്ള ഉദാഹരണത്തിലെ മസ്ദറുൽ മുഅവ്വലാക്കുമ്പോൾ അതെങ്ങനെ വന്നു? ഫിഅലുകൽ വാജിബ ഖൈറുൽ ലക നുസ്ഹുക സ്വദീഖ അഫ്ളലു എന്ന് വന്നല്ലോ. ഇവിടെ ഫിഅലുക എന്നുള്ളതും നുസ്ഹുക എന്നുള്ളതുമാണ് അവിടുത്തെ മസ്ദറുൽ മുഅവ്വൽ. ഓക്കെ, ഇനി അതിൻ്റെ മഹല്ലുൽ ഇഅ്റാബ് എന്താണെന്ന് നോക്കിയാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ കഴിയും? അവ മുബ്തദ ആണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും അല്ലേ. നീ ഉത്തരവാദിത്വം ചെയ്യുക എന്നുള്ളത് നിനക്ക് നല്ല കാര്യമാണ്. നീ കൂട്ടുകാരനെ ഉപദേശിക്കുക എന്നുള്ളത് ഏറ്റവും നല്ല കാര്യമാണ് എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ ഫിഅലുക എന്നുള്ളതും നുസ്ഹുക എന്നുള്ളതും മസ്ദറുൽ മുഅവ്വലാണ്, അതോടൊപ്പം തന്നെ ആ ജുംലയിൽ മുബ്തദ ആയി വന്നിരിക്കുന്നതാണ് അല്ലേ. അപ്പോൾ ഇതിൽ നമുക്ക് മറ്റൊരു കാര്യം കൂടെ മനസ്സിലായി. ഇങ്ങനെ മസ്ദറുൽ മുഅവ്വൽ എന്നുകൂടെ ആകുന്നതാണ്, മുബ്തദ കൂടി ആകുന്നതാണ്. ഓക്കെ, ഇനി 7, 8 ജുംലകൾ പരിശോധിക്കാം. അൽ മുറൂഅത്തു അൻ തഹ്തരിമ നഫ്സക, അശ്ശുഹു അൻ തബ്ഖല ബിമാലി ഗൈരിക എന്നീ രണ്ട് ജുംലകളെയും മസ്ദറുൽ മുഅവ്വലാക്കിയത് നോക്കൂ. അൽ മുറൂഅത്തു ഇഹ്തിറാമുക നഫ്സക, അശ്ശുഹു ബുഖലുക ബിമാലി ഗൈരിക. ഓക്കെ, ഇവിടെ ഇഹ്തിറാമുക എന്നുള്ളതും ബുഖലുക എന്നുള്ളതുമാണ് അവിടെ മസ്ദറുൽ മുഅവ്വലായിട്ട് വന്നിരിക്കുന്നത് അല്ലേ. ഇനി അതിൻ്റെ മഹല്ലുൽ ഇഅ്റാബ് എന്താണ്? ഇഹ്തിറാമുക എന്നുള്ളത് അൽ മുറൂഅത്തു എന്നുള്ളതിൻ്റെ ഖബറാണ് അല്ലേ. മുറൂഅത്താകുന്നത് നീ ബഹുമാനിക്കലാണ്. ഓക്കെ അല്ലേ. എന്നുള്ളത് പോലെ അശ്ശുഹു ബുഖലുക ബിമാലി ഗൈരിക എന്ന് പറയുമ്പോൾ ബുഖലുക എന്നുള്ളത് ഷുഹ് എന്നുള്ള മുബ്തദഇൻ്റെ ഖബറാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അല്ലേ. ഷുഹാകുന്നത് എന്ത് ചെയ്യലാണ്? നീ മറ്റൊരാളുടെ സമ്പത്ത് കൊണ്ട് പിശുക്കലാണ് അല്ലേ. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള മസ്ദറുൽ മുഅവ്വൽ എന്തിൻ്റെ സ്ഥാനത്ത് വന്നതാണ്? ഖബറിൻ്റെ സ്ഥാനത്ത് വന്നതാണ് എന്നർത്ഥം. ഓക്കെ, ഇനി 9, 10 ഉദാഹരണങ്ങൾ നോക്കാം. തൊലബത്ത് തിൽമീദു അൻ യുജീബ, അറാദൻ നാളിറു അൻ യഖ്തബിറനി. ഓക്കെ, ഈ അവിടെയുള്ള അൻ വൽ ഫിഅലിൻ്റെ മസ്ദറുൽ മുഅവ്വൽ നൽകിയിരിക്കുന്നത് തൊലബത്ത് തിൽമീദുൽ ഇജാബത്ത, അറാദൻ നാളിറു ഇഖ്തിബാരി എന്നുള്ളതാണ് അല്ല. ഇവിടെ ഇജാബത്ത് ഇഖ്തിബാരി എന്നുള്ളതാണ് ഇവിടെ മസ്ദറുൽ മുഅവ്വലായി വന്നിരിക്കുന്നത്. ഇനി അതിൻ്റെ മഹല്ലുൽ ഇഅ്റാബ് എന്താണെന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. തൊലബ എന്നുള്ളതിൻ്റെ ഫായിലാണ് തിൽമീദ് എന്നുള്ളത്, അതിൻ്റെ മഫ്ഊൽ ബിഹിയാണ് ഇജാബത്ത് എന്നുള്ളത് അല്ലേ. ത്വലബ എന്നുള്ളതിൻ്റെ മഫ്ഊൽ ബിഹി ആയിട്ടാണ് ഇജാബത്ത എന്നുള്ള മസ്ദറുൽ മുഅവ്വൽ വന്നിരിക്കുന്നത്. അടുത്ത ജുംലയിലോ അറാദ എന്നുള്ള ഫിഅലിൻ്റെ മഫ്ഊൽ ബിഹി ആയിട്ടാണ് ഇഖ്തിബാരി എന്നുള്ള മസ്ദർ വന്നിരിക്കുന്നത് അല്ലേ. അതായത് എന്നെ പരീക്ഷിക്കാനാണ് ആരുദ്ദേശിച്ചത്? പരിശോധകൻ ഉദ്ദേശിച്ചത്. ഓക്കെ, എന്നുള്ളതുപോലെ തിൽമീദ് തേടിയതെന്താണ്? അത് ഇജാബത്താണ്, ഉത്തരം പറയലാണ് എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഇവിടെയെല്ലാം ആ മസ്ദറുൽ മുഅവ്വൽ വന്നിരിക്കുന്നത് മഫ്ഊൽ ബിഹിയുടെ സ്ഥാനത്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി 11, 12 അവസാനത്തെ രണ്ട് ജുംലകൾ നോക്കിയാലോ. റഗിബ്തു ഫി അൻ യുസാഫിറ. ഓക്കെ, എന്നുള്ളതുപോലെ അജിബ്തു മിൻ അൻ തതകബ്ബറ എന്നാണല്ലോ. അവിടെ എന്താക്കിയാൽ അതിനെ മസ്ദറുൽ മുഅവ്വലാക്കിയാൽ എങ്ങനെ വരും? റഗിബ്തു ഫി സഫരിഹി എന്ന് വരും, അജിബ്തു മിൻ തകബ്ബുരിക എന്ന് വരും അല്ലേ. ഏതായാലും ഇവിടെ ഫി സഫരിഹി മിൻ തകബ്ബുരിക എന്നുള്ള രണ്ട് കാര്യങ്ങളാണ് ഇവിടെ മസ്ദറുൽ മുഅവ്വലായി വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അതിൻ്റെ മഹല്ലുൽ ഇഅ്റാബ് നോക്കിയാലോ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിന് മുമ്പുള്ള ഫി എന്നുള്ളതിൻ്റെ മജ്റൂറായിട്ടാണ്, അതായത് ഹർഫ് ജർ കൊണ്ട് മജ്റൂറായിട്ടാണ് അവ വന്നിരിക്കുന്നത് അല്ലേ. സഫരിഹി എന്നുള്ളതും തകബ്ബുരിക എന്നുള്ളതും അതിന് മുമ്പ് വന്നിട്ടുള്ള ഫി എന്നുള്ള ഹർഫ് അല്ലെങ്കിൽ മിൻ എന്നുള്ള ഹർഫിനാൽ മജ്റൂറാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇങ്ങനെ അൻ വൽ ഫിഅലിൽ നിന്നും ഉണ്ടായിത്തീരുന്ന മസ്ദറുൽ മുഅവ്വൽ മജ്റൂറും ബി ഹർഫി ജറും ആകാവുന്നതാണ്. ഓക്കെ, ഒന്നുകൂടെ പറഞ്ഞാൽ നമുക്കൊന്ന് ഓട്ടവീക്ഷണം നടത്തി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു അൻ എന്നുള്ള ഹർഫും അതിൻ്റെ മുളാരി ആയിട്ടുള്ള ഫിഅൽ അതിന് ശേഷവും വരികയാണെങ്കിൽ അവ ചേർത്തിട്ട് നമുക്കൊരു മസ്ദറാക്കി സങ്കല്പിക്കാവുന്നതാണ്. ആ മസ്ദറിനെ കുറിച്ചാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്? മസ്ദറുൽ മുഅവ്വൽ എന്ന് പറയുന്നത്.
ഓക്കെ, ഇതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ പറഞ്ഞു അൻ എന്നിവിടെ വന്നാലും അതിൻ്റെ ശേഷം ഒരു ഫിഅലുണ്ടെങ്കിൽ അതിനെ ഒരു മസ്ദറാക്കി സങ്കല്പിക്കാമെന്ന് പറഞ്ഞല്ലോ. അതിനാൽ തന്നെ അൻ എന്നുള്ളതിനെ നമ്മൾ മസ്ദരിയായ ഹർഫ് എന്നാണ് പറയുന്നത്. ഓക്കെ, മസ്ദരിയായ ഹർഫ് എന്ന് പറഞ്ഞാൽ അതും അതിന് ശേഷമുള്ള ഫിഅലും ചേർന്ന് വന്നാൽ നമുക്കൊരു മസ്ദറായി സങ്കല്പിക്കാവുന്നതാണ് എന്നർത്ഥം. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ മസ്ദറിനെ കുറിച്ചാണ് നമ്മൾ മസ്ദറുൽ മുഅവ്വൽ എന്ന് പറയുന്നത്. ഇനി നമ്മൾ രണ്ടാമത് പറഞ്ഞ കാര്യം അതെന്തായിരുന്നു? ഇങ്ങനെ വരുന്ന മസ്ദറുൽ മുഅവ്വൽ പല ഇഅ്റാബിലായിട്ടും വരുന്നതാണ്, പല മഹല്ലുൽ ഇഅ്റാബിലായിട്ടും വരുന്നതാണ് അല്ലേ? അതായത് ഫിഅലിൻ്റെ എന്തായിട്ട് വരും? ഫായിലായിട്ട് വരുന്നതാണ്, നായിബ ഫായിലായിട്ട് വരുന്നതാണ്, മുബ്തദ ആയിട്ട് വരുന്നതാണ്, ഖബറായിട്ട് വരുന്നതാണ്, മഫ്ഊൽ ബിഹി ആയിട്ട് വരുന്നതാണ്, ജാർ മജ്റൂറായിട്ട് അതായത് ഹർഫ് ജർ കൊണ്ട് മജ്റൂറായിട്ടും വരുന്നതാണ്. ഓക്കെ, ഏതായാലും ഈ കാര്യങ്ങളാണ് ഈ ഉദാഹരണങ്ങളിലൂടെ നമുക്ക് പഠിക്കുവാനുള്ളത്. ഏതായാലും നമുക്ക് ഖാഇദയിലേക്ക് കടക്കാം. ഖാഇദ 110-ാമത്തേതാണ്. അൻ ഹർഫുൻ മസ്ദരിയുൻ യുഅവ്വലു ഹുവ വൽ ഫിഅലു അല്ലദി ബഅദഹു ബിമസ്ദരിൻ. ഓക്കെ, ഒന്ന് നോക്കുക. 110 അൻ എന്നുള്ളത് ഹർഫുൻ മസ്ദരിയുൻ, മസ്ദരിയായിട്ടുള്ള ഹർഫാണ്. മസ്ദരിയായ ഹർഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? അൻ എന്നുള്ളതിന് ശേഷമുള്ള ഫിഅലും കൂടെ ചേർത്തിട്ട് നമുക്ക് ഒരു മസ്ദറാക്കി സങ്കല്പിക്കാവുന്നതാണ്. അത് തന്നെയാണ് ഖാഇദയിലും വരുന്നത്. അൻ ഹർഫുൻ മസ്ദരിയുൻ യുഅവ്വലു ഹുവ, ആ അൻ എന്നുള്ളത് സങ്കല്പിക്കപ്പെടുന്നതാണ്. വൽ ഫിഅലുല്ലദീ ബഅദഹു, അൻ എന്നുള്ളതിന് ശേഷം വന്ന ഫിഅലും സങ്കല്പിക്കപ്പെടുന്നതാണ്. ബി മസ്ദറിൻ, ഒരു മസ്ദറായിട്ട്. അപ്പോൾ അൻ എന്ന് വരുന്നു, അതിൻ്റെ ശേഷം ഒരു ഫിഅല് വന്നു, ഇവ രണ്ടിനെയും നമുക്കൊരു മസ്ദറായിട്ട് സങ്കല്പിക്കാവുന്നതാണ് എന്നർത്ഥം. ഓക്കെ, ഇനിയാണ് അതിൻ്റെ മഹല്ലുൽ ഇഅ്റാബ് പറയുന്നത്. ഖദ് യകൂനുൽ മസ്ദറുൽ മുഅവ്വലു മിൻ അൻ വൽ ഫിഅലി ഫാഇലൻ ഔ നായിബ ഫാഇലിൻ ഔ മുബ്തദഅൻ ഔ ഖബറൻ ഔ മഫ്ഊലൻ ബിഹി ഔ മജ്റൂറൻ ബിഹർഫി ജർരിൻ. ഓക്കെ, ഒന്ന് ശ്രദ്ധിക്കുക. ഖദ് യകൂനുൽ മസ്ദറുൽ മുഅവ്വലു, മസ്ദറുൽ മുഅവ്വൽ സങ്കല്പിക്കപ്പെടുന്ന മസ്ദർ ആകുന്നതാണ്. മിൻ അൻ വൽ ഫിഅലി, അൻ പിന്നെ അതിനുശേഷം വരുന്ന ഫിഅൽ, അതിൽ നിന്നും ഉണ്ടായിത്തീരുന്ന മസ്ദറുൽ മുഅവ്വലാകുന്നതാണ് ഫാഇലൻ, ഫാഇലാകുന്നതാണ്. നമ്മൾ ആദ്യത്തെ 2 ജുംലകളിൽ പഠിച്ചതുപോലെ. ഔ നായിബ ഫാഇലിൻ, അല്ലെങ്കിൽ നായിബ ഫാഇലാകുന്നതാണ്. നമ്മൾ 3-4 ജുംലകളിൽ പഠിച്ചതുപോലെ അല്ലെ? യുഖാഫു നഖ്സുന്നീലി, യുഹബ്ബു നഷാത്തുക എന്നുള്ളിടത്തൊക്കെ നായിബ ഫാഇലായിട്ടാണ് മസ്ദറുൽ മുഅവ്വൽ വരുന്നത്. ഇനി ഔ മുബ്തദഅൻ, മുബ്തദ ആയിട്ടും വരുന്നതാണ്. ഔ ഖബറൻ, ഖബറായിട്ടും വരുന്നതാണ്. ഔ മഫ്ഊലൻ ബിഹി, അല്ലെങ്കിൽ മഫ്ഊല ബിഹി ആയിട്ട് വരുന്നതാണ്. ഔ മജ്റൂറൻ ബി ഹർഫി ജർരിൻ, അല്ലെങ്കിൽ ഹർഫ് ജർ കൊണ്ട് മജ്റൂറായിട്ടും വരുന്നതാണ്. ഇവ ഓരോന്നിൻ്റെയും 2 വീതം ജുംലകൾ നമ്മൾ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. ഏതായാലും ഇതോടുകൂടെ നമ്മുടെ പാഠത്തിലെ ഉദാഹരണങ്ങളും ഖാഇദകളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് പഠിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.